Hello dear students. The next topic from third module is windowing concepts. So windowing concepts means ഈ പിക്ചർ നോക്കാം. ഈ പിക്ചറിൽ ഫസ്റ്റ് ലെഫ്റ്റ് സൈഡിലുള്ള പിക്ചറിൽ നമ്മളൊരു ജസ്റ്റ് ഒരു ഫിഗർ ഡ്രോ ചെയ്തിട്ടുണ്ട്. ദെൻ സെക്കൻഡ് റൈറ്റ് സൈഡിലുള്ള പിക്ചറിൽ നമ്മുടെ ഫസ്റ്റ് പിക്ചറിൻ്റെ ഒരു പോർഷൻ മാത്രം സെലക്ട് ചെയ്ത് ഡിസ്പ്ലേ ചെയ്യുവാണ്, അല്ലെങ്കിൽ ക്രോപ്പ് ചെയ്ത് ഡിസ്പ്ലേ ചെയ്യുവാണ്. ഓക്കെ, അപ്പം നമുക്ക് ഇനിഷ്യലി ഒരു സീൻ കാണും. ദെൻ ആ സീനിൽ നിന്ന് നമ്മളൊരു പർട്ടിക്കുലർ പോർഷൻ മാത്രം സെലക്ട് ചെയ്ത് ഡിസ്പ്ലേ ചെയ്യും. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ മൊബൈലിലൊരു പിക്ചർ എടുക്കുന്നു. ദെൻ അതിനകത്ത് കുറച്ച് പോർഷൻ മാത്രം നമ്മൾ ക്രോപ്പ് ചെയ്യുന്നു. അല്ലെങ്കിൽ നമ്മളൊരു മൊബൈലിലൊരു പിക്ചർ എടുക്കുന്നു. ദെൻ കുറച്ച് പോർഷൻ മാത്രം സൂം ചെയ്യുന്നു. അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ മൊബൈലിൽ നിങ്ങൾ കാണുന്ന വ്യൂവിൽ തന്നെ ഞാൻ ഈ ഒരു പർട്ടിക്കുലർ പോർഷൻ മാത്രം സൂം ചെയ്ത് കാണുന്നു. ഓക്കെ, അപ്പോൾ നമ്മളിത് സൂം ചെയ്യുമ്പോൾ നമ്മളൊരു പർട്ടിക്കുലർ പോർഷൻ അല്ലെങ്കിൽ ക്രോപ്പ് ചെയ്യുമ്പോൾ നമ്മളൊരു പർട്ടിക്കുലർ പോർഷൻ മാത്രം സെലക്ട് ചെയ്യുന്നു. ആ പോർഷനെയാണ് നമ്മൾ വിൻഡോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളെ കാണിച്ചേക്കുന്ന ഫിഗറിനകത്ത് ഇത്രയും പോർഷനെ മാത്രം നമ്മൾ സെലക്ട് ചെയ്ത് ഡിസ്പ്ലേ ചെയ്യുവാണ്. അതിനെ നമ്മൾ വിൻഡോ എന്ന് പറയും. ഇനി നമ്മളിതിനെ എവിടെയാണോ ഡിസ്പ്ലേ ചെയ്യുന്നത് അതിനെ നമ്മൾ വ്യൂ പോർട്ട് എന്ന് പറയുന്നു. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഇത്രയും പോർഷൻ മാത്രം സെലക്ട് ചെയ്ത് ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്യുവാണെങ്കിൽ, അതായത് നമ്മുടെ ഒറിജിനൽ വ്യൂ എത്രയാണോ, ദാറ്റ് മീൻസ് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞു, ഇതൊരു നമ്മുടെ മൊബൈലാണ്. ഇവിടെ നമുക്ക് ജസ്റ്റ് ഒരു ഫിഗറുണ്ട്. ആ ഫിഗറിൻ്റെ ഇത്രയും പോർഷൻ മാത്രം നമ്മൾ ക്രോപ്പ് ചെയ്യുന്നു. ഇത്രയും പോർഷൻ മാത്രം ക്രോപ്പ് ചെയ്തിട്ട് ദെൻ നമ്മുടെ മൊബൈലിൽ നമ്മൾ അത്രയും പോർഷൻ മാത്രം എടുത്ത് ഡിസ്പ്ലേ ചെയ്യുവാണ്. ഓക്കെ, സോ ഇനിഷ്യലി ഒരു ഇത്രയും പോർഷൻ മാത്രം നമ്മൾ സെലക്ട് ചെയ്യുന്നതിന്, ഈ നമ്മൾ സെലക്ട് ചെയ്ത പോർഷന് മാത്രം നമുക്ക് വിൻഡോ എന്ന് പറയാം. അതിനെ നമ്മൾ ഡിവൈസിൽ ഡിസ്പ്ലേ ചെയ്യുന്ന ഏത് ഡിവൈസിലാണ് നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നത് അതിന് വ്യൂ പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ എടുക്കുന്ന ഇത്രയും പോർഷൻ നമ്മുടെ ആക്ച്വൽ മൊബൈൽ എന്താണോ ആ മൊബൈൽ വ്യൂവിൻ്റെ അത്രയിലോട്ട് നമുക്ക് പോർട്ട് ചെയ്യണം. അപ്പോൾ അവിടെ ഒരു ട്രാൻസ്ഫോർമേഷൻ നമ്മൾ പെർഫോം ചെയ്യണം. അതിനെയാണ് വിൻഡോ ടു വ്യൂ പോർട്ട് ട്രാൻസ്ഫോർമേഷൻ, അല്ലെങ്കിൽ വ്യൂവിങ് ട്രാൻസ്ഫോർമേഷൻ, അല്ലെങ്കിൽ വിൻഡോയിങ് ട്രാൻസ്ഫോർമേഷൻ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? നമുക്ക് ഫസ്റ്റ് ഇമേജ് എടുത്തപ്പോൾ ഉള്ള ഒരു ചെറിയ പോർഷനെ നമ്മൾ ക്രോപ്പ് ചെയ്ത് അല്ലെങ്കിൽ എൻലാർജ് ചെയ്ത് അല്ലെങ്കിൽ സൂം ചെയ്ത് നമ്മുടെ ആക്ച്വൽ ഡിവൈസ് എന്താണോ ഡിവൈസിൻ്റെ അത്രയും ഒരു പോർഷനിലോട്ട് നമ്മൾ മാപ്പ് ചെയ്ത് വ്യൂ ചെയ്യുന്നു. അപ്പോൾ അവിടെ ഒരു ട്രാൻസ്ഫോർമേഷൻ നമുക്ക് അപ്ലൈ ചെയ്യണം. ആ ട്രാൻസ്ഫോർമേഷനെയാണ് നമ്മൾ വിൻഡോവിങ് ട്രാൻസ്ഫോർമേഷൻ ഓർ വ്യൂവിങ് ട്രാൻസ്ഫോർമേഷൻ ഓർ വിൻഡോ ടു വ്യൂ പോർട്ട് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, so the actual area or the world coordinate area which is selected for display is called a window, and the area on the display device to which a window is mapped is called a viewport. Okay, അതായത് നിങ്ങളിപ്പോൾ കാണുന്ന സ്ക്രീനിൽ ഈ വിൻഡോയിങ് കൺസെപ്റ്റ് മാത്രം അല്ലെങ്കിൽ കുറച്ച് പോർഷൻ മാത്രം ഞാൻ സൂം ചെയ്ത് കാണിച്ചു. അപ്പോൾ നമ്മളിപ്പോൾ കാണുന്ന ആ ഒരു പോർഷനെയാണ് നമ്മൾ വിൻഡോ എന്ന് പറയുന്നത്. നമ്മളതിന് ഏത് ഡിവൈസിലോട്ടാണോ മാപ്പ് ചെയ്യുന്നത്, ആ ഒരു പോർഷൻ അതിന് നമ്മൾ പറയുന്നതാണ് വ്യൂ പോർട്ട്. ഓക്കെ, ദാറ്റ് മീൻസ് ദ വിൻഡോ ഡിഫൈൻസ് വാട്ട് ഈസ് ടു ബി വ്യൂഡ് ആൻഡ് ദ വ്യൂ പോർട്ട് ഡിഫൈൻസ് വേർ ഇറ്റ് ഈസ് ടു ബി ഡിസ്പ്ലേ. വിൻഡോ മീൻസ് നമ്മൾ എന്താണോ ഡിസ്പ്ലേ ചെയ്യുന്നത്, വ്യൂ പോർട്ട് മീൻസ് നമ്മൾ അതിനെ എവിടെയാണോ ഡിസ്പ്ലേ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വിൻഡോയിൽ നിന്ന് വ്യൂ പോർട്ടിലൊരു ട്രാൻസ്ഫോർമേഷൻ പെർഫോം ചെയ്യണം. ആ ട്രാൻസ്ഫോർമേഷനാണ് ദ മാപ്പിംഗ് ഓഫ് എ പാർട്ട് ഓഫ് എ വേൾഡ് കോർഡിനേറ്റ് സീൻ ടു ഡിവൈസ് കോർഡിനേറ്റ്സ് ഈസ് റിഫർഡ് ടു ആസ് വിൻഡോയിങ് ട്രാൻസ്ഫോർമേഷൻ ഓർ വിൻഡോ ടു വ്യൂ പോർട്ട് ട്രാൻസ്ഫോർമേഷൻ ഓർ ദ വ്യൂവിങ് ട്രാൻസ്ഫോർമേഷൻ. ഓക്കെ, ദെൻ അപ്പോൾ ഈ വിൻഡോ ടു വ്യൂ പോർട്ട് ട്രാൻസ്ഫോർമേഷൻ ഡിഫറെൻറ്റ് സ്റ്റെപ്സിലായിരിക്കും നമ്മൾ പെർഫോം ചെയ്യുന്നത്. The first step is we have to construct the world coordinates scene using modeling coordinate transformation. അതായത് നമ്മുടെ ഇനിഷ്യൽ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യുക. അതായത് നമ്മൾ മൊബൈലൊരു പിക്ചർ ക്യാപ്ചർ ചെയ്യുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് വി ഹാവ് ടു കൺവേർട്ട് ദ വേൾഡ് കോർഡിനേറ്റ് സീൻ ടു വ്യൂവിങ് കോർഡിനേറ്റ്സ്. അതായത് നമ്മൾ ഫസ്റ്റ് മൊബൈലിലൊരു പിക്ചർ ക്യാപ്ചർ ചെയ്യുന്നു, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്, വേൾഡ് കോർഡിനേറ്റ് സീൻ. ഇനി അതിനകത്ത് നിന്നൊരു കുറച്ച് പോർഷൻ മാത്രം നമ്മൾ സെലക്ട് ചെയ്ത് വ്യൂ ചെയ്യുവാണ്. അപ്പോൾ നമ്മൾ പുതിയൊരു വ്യൂവിങ് ഫ്രെയിം അവിടെ സെറ്റ് ചെയ്യുവാണ്. പുതിയൊരു വ്യൂവിങ് ഫ്രെയിമിലോട്ട് സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ വേൾഡ് കോർഡിനേറ്റ്സ് എല്ലാം ആ വ്യൂവിങ് ഫ്രെയിമിലോട്ട് മാപ്പ് ചെയ്യും.
So next step is we have to convert the world coordinates to viewing coordinates. Okay, then third step is നമ്മൾ പറഞ്ഞു ഇനിഷ്യലി നമ്മൾ കുറച്ച് പോർഷൻ മാത്രം വിൻഡോ മാത്രം സെലക്ട് ചെയ്തിട്ട് അതിന് ലാസ്റ്റ് ഒരു പർട്ടിക്കുലർ ഡിവൈസിലോട്ട് അല്ലെങ്കിൽ വ്യൂ പോർട്ടിലോട്ട് മാപ്പ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അതായത് ഡിവൈസിലെ കോർഡിനേറ്റ്സ് എന്താണോ അതിലോട്ട് മാപ്പ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് നമ്മളിപ്പോൾ ഒരു പിക്ചർ എടുത്തു, പിക്ചറിൻ്റെ മീറ്റിലുള്ള പോർഷൻ മാത്രം ക്രോപ്പ് ചെയ്തു, നമ്മൾ എൻലാർജ് ചെയ്തു, നമ്മുടെ ആ ഒരു മൊബൈലിൻ്റെ സ്ക്രീൻ ഫുള്ളായിട്ട് ആ ചെറിയ പോർഷൻ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് കാണുവാണ്. അപ്പോൾ അതായത് ആ ഡിവൈസ് കോർഡിനേറ്റ്സ് നമ്മൾ സെലക്ട് ചെയ്ത ആ ചെറിയ പോർഷൻ നമുക്ക് ആ ഡിവൈസ് കോർഡിനേറ്റ്സിലോട്ട് ഫുള്ള് കാണണമെങ്കിൽ ആ ഡിവൈസ് കോർഡിനേറ്റ്സിലോട്ട് നമുക്ക് മാറ്റണം. അതായത് ഇതാണോ നമ്മുടെ ഒരു പോർഷനെങ്കിൽ അതിൽ നമ്മൾ ഇത്രയും പോർഷൻ മാത്രം സെലക്ട് ചെയ്ത് അല്ലെങ്കിൽ ക്രോപ്പ് ചെയ്ത് എങ്ങനെ ഇത്രയും വലുതായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഈ ചെറിയ പോർഷൻ്റെ കോർഡിനേറ്റ്സ് ഈ ഡിവൈസ് കോർഡിനേറ്റ്സിലോട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, ബട്ട് അതിനിടയ്ക്ക് നമ്മൾ ഈ കോർഡിനേറ്റ്സിനെ ഫസ്റ്റ് നമ്മൾ വ്യൂവിങ് കോർഡിനേറ്റ്സ് എന്ന് ചേഞ്ച് ചെയ്യുമെന്ന് പറഞ്ഞു. ആ വ്യൂവിങ് കോർഡിനേറ്റ്സിനെ നമ്മൾ നോർമലൈസ്ഡ് കോർഡിനേറ്റ്സിലോട്ട് കൺവേർട്ട് ചെയ്യാം. നോർമലൈസ്ഡ് വാല്യൂൻ്റെ 0 to 1 റേഞ്ചിലോട്ട് വേണം, എന്നിട്ട് വേണം ഡിവൈസ് കോർഡിനേറ്റ്സിലോട്ട് കൺവേർട്ട് ചെയ്യാം. Okay, so first we have to construct a scene using world coordinates. Then we have to select a viewing frame. Viewing frame select ചെയ്യുമ്പോൾ that world coordinates is converted into viewing coordinates. Then we have to convert the viewing coordinates normalized to viewing coordinates. Then we have to convert the normalized value to device coordinates. Okay, ഈ ബ്ലോക്ക് ഡയഗ്രത്തിൻ്റെ എക്സ്പ്ലനേഷനാണ്. We have to construct the scene in world coordinates. ദെൻ നെക്സ്റ്റ് ഒബ്റ്റെയിൻ എ പാർട്ടിക്കുലർ ഓറിയൻറ്റേഷൻ. അതായത് നമ്മളിപ്പോൾ പറഞ്ഞു നമ്മളൊരു സീൻ ഫസ്റ്റ് കൺസ്ട്രക്ട് ചെയ്തിട്ട് ദെൻ അതിലൊരു പോർഷൻ എടുത്തായിരിക്കും നമ്മൾ ജസ്റ്റ് വ്യൂ ചെയ്യുന്നത്. അപ്പോൾ അതിൽ പോർഷൻ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ അതുപോലെ തന്നെ ആയിരിക്കത്തില്ല വ്യൂ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഇത് നമ്മുടെ ഇനിഷ്യൽ സീൻ ഇങ്ങനെ ആയിരുന്നു. ഓക്കെ, ദെൻ ഇത്രയും പോർഷൻ മാത്രം നമ്മൾ സെലക്ട് ചെയ്ത് ചിലപ്പോൾ ജസ്റ്റ് തന്നെ ഒന്ന് റൊട്ടേറ്റ് ചെയ്തായിരിക്കും കാണുന്നത്. ഇങ്ങനെ ഇതേപോലെ റൊട്ടേറ്റ് ചെയ്തൊക്കെ ആയിരിക്കും ചിലപ്പോൾ കാണുന്നത്, ചിലപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ആയിരിക്കും കാണുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മളൊരു പർട്ടിക്കുലർ ഓറിയൻറ്റേഷൻ ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മളൊരു വ്യൂവിങ് കോർഡിനേറ്റ് സിസ്റ്റം ഫ്രെയിം ചെയ്യുക. ദെൻ വൺസ് ദ വ്യൂവിങ് റെഫറൻസ് ഫ്രെയിം ഈസ് എസ്റ്റാബ്ലിഷ് വി ക്യാൻ കൺവേർട്ട് ദ വേൾഡ് കോർഡിനേറ്റ്സ് ടു വ്യൂവിങ് കോർഡിനേറ്റ്സ്. അതായത് നമ്മളിപ്പോൾ ഇങ്ങനെയുള്ള പോർഷൻ കുറച്ച് റൊട്ടേറ്റ് ചെയ്താണ് കാണുന്നതെങ്കിൽ ആ ഒരു ഫ്രെയിമിലോട്ട് റൊട്ടേഷൻ ഇങ്ങനെ ഇരിക്കുന്ന കോർഡിനേറ്റ്സ്, അതായത് ഇവിടെ ഇപ്പോൾ 2 2 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ചെറിയ ചേഞ്ച് വരും. ആ ഒരു വ്യൂവിങ് കോർഡിനേറ്റ്സിലോട്ട് കൺവേർട്ട് ചെയ്യും. മനസ്സിലായോ? നമ്മൾ ഫസ്റ്റ് വേൾഡ് കോർഡിനേറ്റ് സീനായിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പോർഷൻ. ഇതൊരു 1 1ഉം ഇതൊരു 5 5ഉം. ദെൻ ഇതിൽ ഇത്രയും പോർഷൻ മാത്രം നമ്മൾ സെലക്ട് ചെയ്ത്, ഇത്രയും പോർഷൻ മാത്രം സെലക്ട് ചെയ്യുക മീൻസ് ഒരു 1 1 2 3 3. ഓക്കെ, ആ പോർഷനെ നമ്മൾ കുറച്ചൊന്ന് ഇങ്ങനെ ആയിരിക്കത്തില്ല, ചിലപ്പോൾ മേ ബി നമുക്ക് ഇങ്ങനെ തന്നെ ഡിസ്പ്ലേ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് സ്ട്രെയിറ്റ് ലൈനായിട്ട്, അതായത് 1 1ഉം ചിലപ്പോൾ ഒരു 4 1ഉം ആയിട്ടായിരിക്കും ഡിസ്പ്ലേ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കോർഡിനേറ്റിലൊരു ചേഞ്ച് വന്നില്ലേ? ആ ചേഞ്ചാണ് നമ്മുടെ വേൾഡ് കോർഡിനേറ്റ്സ് ടു വ്യൂവിങ് കോർഡിനേറ്റ്സിലോട്ട് ഉള്ള ചേഞ്ച്. ഇനി ഈ പറഞ്ഞ ചെറിയ ലൈന് നമ്മൾ സ്ക്രീനിൽ കാണുമ്പോൾ ചിലപ്പോൾ, അതായത് 1 നമ്മളിപ്പോൾ കാണിച്ചത് ഇതാണ്, ഇങ്ങനെയുള്ള ഒരു കുറച്ച് ഈ ഉള്ള സ്ട്രൈറ്റ് ലൈൻ 1 1 5 5 എന്ന് പറഞ്ഞ സ്ട്രൈറ്റ് ലൈനിൽ ഒരു പോർഷൻ മാത്രം 1 1 2 2 എന്ന് പറഞ്ഞ പോർഷൻ മാത്രം എടുത്തിട്ട് നമ്മൾ അതിനെ ഈ സ്ട്രെയിറ്റ് ലൈൻ പോലെ ലൈൻ ഓൺ ദ പ്ലെയിൻ പോലെ ഡിസ്പ്ലേ ചെയ്തു. ദെൻ അതിനെ തന്നെ എൻലാർജ് ചെയ്തായിരിക്കും നമ്മുടെ സ്ക്രീനിൽ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പോർഷനിൽ ഇത്രയും പോർഷൻ മാത്രം നമ്മൾ സെലക്ട് ചെയ്തു, അതാണ് നമ്മുടെ വിൻഡോ. ദെൻ അതിനെ നമ്മൾ ഈ ഒരു മാനറിലാണ് വ്യൂ ചെയ്യുന്നത്. അപ്പോൾ നമ്മളത് വ്യൂവിങ് കോർഡിനേറ്റ്സിലോട്ട് കൺവേർട്ട് ചെയ്തു. ദെൻ അതിനെ നമ്മുടെ സ്ക്രീനിൽ ഫുള്ള് ഫൈനലൈസ്ഡ് കാണാൻ വേണ്ടി നമ്മൾ അതിൻ്റെ ഡിവൈസ് കോർഡിനേറ്റ്സിലോട്ട് കൺവേർട്ട് ചെയ്യണം. അതിനിടയ്ക്കുള്ളൊരു കൺവേർഷനാണ് നോർമലൈസ്ഡ് കോർഡിനേറ്റ്സ്. Okay, so once the viewing reference frame is established, we can convert the world coordinates to viewing coordinates. Then we have to define a viewport, fourth point. Then we have to define a viewport in the normalized coordinates, that means 0 to 1 range, and map the viewing coordinates to normalized coordinates. Finally, all parts of the picture that lie outside the viewport are clipped and the contents of the viewport are transferred to the device coordinates. Device coordinates transfer. Okay, so
നമ്മൾ പറഞ്ഞു വന്നത് നമുക്കൊരു പിക്ചർ ഉണ്ടായിരിക്കും. ആ പിക്ചറിൽ ഒരു പോർഷൻ മാത്രം നമ്മൾ സെലക്ട് ചെയ്ത് ഡിസ്പ്ലേ ചെയ്യും. ആ പോർഷനെ നമ്മൾ വിൻഡോ എന്ന് പറയും. ഇനി നമ്മൾ അതിനെ എവിടെയാണോ ഡിസ്പ്ലേ ചെയ്യുന്നത് അതിനെ വ്യൂ പോർട്ട് എന്ന് പറയും. അപ്പോൾ ആ വിൻഡോയിൽ നിന്ന് വ്യൂ പോർട്ടിലുള്ള കൺവേർഷനെ നമ്മൾ വ്യൂവിങ് ഓർ വിൻഡോ ടു വ്യൂ പോർട്ട് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയും. അത് നമ്മൾ ഡിഫറെൻറ്റ് സ്റ്റെപ്സിലാണ് പെർഫോം ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഇനിഷ്യൽ സീൻ ക്രിയേറ്റ് ചെയ്യുക യൂസിങ് വേൾഡ് കോർഡിനേറ്റ് സീൻ. ദെൻ നമ്മളൊരു വ്യൂവിങ് ഫ്രെയിം എസ്റ്റാബ്ലിഷ് ചെയ്യുക. സോ വേൾഡ് കോർഡിനേറ്റ്സ് വ്യൂവിങ് ഫ്രെയിമിലോട്ട് പോവും. ദെൻ വ്യൂവിങ്ങിനെ ഡിവൈസ് കോർഡിനേറ്റ്സിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതിന് മുമ്പ് നോർമലൈസ്ഡ് വാല്യൂ 0 to 1 റേഞ്ചിലോട്ട് കൊണ്ടുപോകുക. ഫൈനലി ഇറ്റ് ഷുഡ് ബി മാപ്പ് ടു ദ ഡിവൈസ് കോർഡിനേറ്റ്സ്. ഓക്കെ, ഇനി ഇതെങ്ങനെ പെർഫോം ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇതെല്ലാം നമ്മൾ ട്രാൻസ്ഫോർമേഷൻ വഴിയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ വിൻഡോ കോർഡിനേറ്റ്സിനെ വ്യൂവിങ് കോർഡിനേറ്റ്സിലോട്ട് എങ്ങനെയാണ് ട്രാൻസ്ഫോം ചെയ്യുന്നത്, ദെൻ വ്യൂവിങ് കോർഡിനേറ്റ്സിൽ നിന്ന് ഡിവൈസ് കോർഡിനേറ്റ്സിലോട്ട് എങ്ങനെയാണ് ട്രാൻസ്ഫോം ചെയ്യുന്നത്. ഓക്കെ, സോ ഹിയർ വി നീഡ് എ മെട്രിക്സ് ഫോർ കൺവേർട്ടിംഗ് ദ വേൾഡ് കോർഡിനേറ്റ്സ് ടു വ്യൂവിങ് കോർഡിനേറ്റ്സ്. നമ്മുടെ വേൾഡ് കോർഡിനേറ്റ്സ് വ്യൂവിങ് കോർഡിനേറ്റ്സിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഫസ്റ്റ് സ്റ്റെപ്പിൽ നിന്ന് സെക്കൻഡ് സ്റ്റെപ്പിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു 2 സ്റ്റെപ്പ് ട്രാൻസ്ഫോർമേഷനാണ് അവിടെ പെർഫോം ചെയ്യുന്നത്. ഫസ്റ്റ് ഈസ് we have to translate the viewing origin to world origin, then rotate to align the 2 coordinates reference frames. അതായത് നമ്മളിപ്പോൾ നമുക്ക് ഇനിഷ്യലി ഒരു സീൻ ഉണ്ടായിരുന്നു, ദെൻ നമ്മൾ അതിനകത്ത് ഒരു പോർഷൻ മാത്രം സെലക്ട് ചെയ്തിട്ട് ഇങ്ങനൊരു വ്യൂ ആണ് ഡിസ്പ്ലേ ചെയ്യുന്നത്. ജസ്റ്റ് റൊട്ടേറ്റഡ് വ്യൂ ആണ് ഡിസ്പ്ലേ ചെയ്യുന്നതെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇതൊരു നമ്മുടെ പിക്ചർ, ആ പിക്ചറിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് അതിലൊരു പോർഷൻ മാത്രം സെലക്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്യുന്ന രീതിയിൽ വല്ലതുമാണ് ഡിസ്പ്ലേ ചെയ്യേണ്ടുന്നതെങ്കിൽ നമ്മൾ അതിനെ ആദ്യമേ ഈ ഒരു പോയിൻറ്റിനെ നമ്മുടെ ഈ ഒറിജിനിലോട്ട് കൊണ്ടുവരുന്നത്. നമ്മളൊരു വ്യൂവിങ് ഫ്രെയിം സെലക്ട് ചെയ്യുമെന്ന് പറഞ്ഞു. ആ വ്യൂവിങ് ഫ്രെയിമിനെ നമ്മുടെ ഒറിജിനിലോട്ട് കൊണ്ടുവരണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഫസ്റ്റ് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ വ്യൂവിങ് നമ്മൾ സെലക്ട് ചെയ്യുന്ന ആ ഫ്രെയിമിൻ്റെ ഒറിജിൻ ഈ ഒരു ഫ്രെയിമിലോട്ട് ടച്ച് ചെയ്യും. ദെൻ അതിനെ റൊട്ടേറ്റ് ചെയ്ത് കറക്റ്റ് അലൈൻഡ് ആക്കണം. Okay, so here the 2 composite transformations are, first we have to convert for converting the world coordinates to viewing coordinate, first we have to perform translation, which takes the viewing point P0 to the world origin, and R is the rotation matrix that aligns the axis of the 2 reference frame. അതിനെ ജസ്റ്റ് നമ്മളൊന്ന് റൊട്ടേറ്റ് ചെയ്തു. അപ്പോൾ ചില കേസിൽ ഇതേപോലെ റൊട്ടേഷൻ്റെ കേസ് വരത്തില്ല. നമ്മൾ എടുക്കുന്ന വ്യൂവിങ് ഫ്രെയിമും ഇതുപോലെ തന്നെയായിരിക്കും. അപ്പോൾ ജസ്റ്റ് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവരിക, ദെൻ റൊട്ടേറ്റ് ചെയ്യും. റൊട്ടേഷൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് 0 ആയിരിക്കും. മനസ്സിലായോ? നമ്മളിപ്പോൾ ഇങ്ങനെയൊരു ഫ്രെയിമാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. നമ്മൾ സെലക്ട് ചെയ്യുന്ന പോർഷനെ കുറച്ചൊന്ന് റൊട്ടേറ്റ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഒറിജിൻ ഇവിടോട്ട് കൊണ്ടുവന്ന് കറക്റ്റ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആ കറസ്പോണ്ടിങ് മെട്രിക്സ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് റൊട്ടേറ്റ് ചെയ്തതായിട്ട് തന്നെയായിരിക്കും കിട്ടുന്നത്. മനസ്സിലായോ? നമ്മൾ ഫസ്റ്റ് ഒരു ഫ്രെയിം സെലക്ട് ചെയ്യുന്നു. ഫ്രെയിം കുറച്ച് റൊട്ടേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒറിജിനും നമ്മുടെ ഇനിഷ്യൽ ഒറിജിനും തമ്മിൽ കോയിൻസൈഡ് ചെയ്ത് ദെൻ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ആക്ച്വൽ ഫിഗറും അത് ഡിസ്പ്ലേ ചെയ്യുന്ന സംഭവം അതുപോലെ റൊട്ടേറ്റ് ആയിക്കോളും. അപ്പോൾ എല്ലാ കേസിലും റൊട്ടേറ്റ് ചെയ്യണമെന്നില്ല. ചിലപ്പോൾ റൊട്ടേറ്റ് ചെയ്യേണ്ട ആംഗിൾ 0 ആയിരിക്കാം, അല്ലെങ്കിൽ ഇനി ഏതൊരു ആംഗിൾ ആയിരിക്കും. ഓക്കെ, സോ വൺസ് ദ ഒബ്ജക്റ്റ് ഡിസ്ക്രിപ്ഷൻസ് ഹാവ് ബീൻ ട്രാൻസ്ഫേർഡ് ടു ദ വ്യൂവിംഗ് റെഫറൻസ് ഫ്രെയിം, chooses the window extents in the viewing coordinates, and we have to select the viewport limits in the normalized coordinates, then the object restrictions, finally it is transformed into the normalized device coordinates. Okay, നമ്മൾ നമ്മുടെ ഒബ്ജക്റ്റ് കോർഡിനേറ്റ്സിനെ വ്യൂവിംഗ് റെഫറൻസ് ഫ്രെയിമിനനുസരിച്ച് വ്യൂവിംഗ് കോർഡിനേറ്റ്സിലോട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ അതിനെ നോർമലൈസ്ഡ് കോർഡിനേറ്റ്സിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. നോർമലൈസ്ഡിൽ നിന്ന് അതിനെ ഡിവൈസ് കോർഡിനേറ്റ്സിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, ദെൻ ഇപ്പോൾ നമ്മൾ ആദ്യമേ വ്യൂവിങ്ങിൽ നിന്ന് വിൻഡോയിൽ നിന്ന് വ്യൂവിങ്ങിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന എങ്ങനെയാണെന്ന് പറഞ്ഞു. ഫസ്റ്റ് ട്രാൻസ്ലേഷൻ, ദെൻ റൊട്ടേഷൻ. അപ്പോൾ ആ ട്രാൻസ്ലേഷൻ്റെയും റൊട്ടേഷൻ്റെയും കോമ്പണൻ്റ് ആയിട്ടുള്ള മെട്രിക്സ്, റിസൾട്ടൻറ്റ് മെട്രിക്സ് എടുത്ത് ഇനിഷ്യൽ പോയിൻറ്റ്സിനകത്തോട്ട് കിട്ടിയാൽ മതി. നമുക്ക് ആ ഒരിത് റൊട്ടേറ്റ് ചെയ്തായിട്ട് അല്ലെങ്കിൽ നമുക്ക് വേണ്ടുന്ന രീതിയിലുള്ള വ്യൂ നമുക്ക് കിട്ടും. വേണ്ടുന്ന പോർഷൻ മാത്രം നമുക്ക് ഫസ്റ്റ് കിട്ടും. ഓക്കെ, ദെൻ നമ്മളതിനെ ഡിവൈസ് കോർഡിനേറ്റ്സിലോട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ അതിനു വേണ്ടിയും we are using a transformation which maintains the same relative placement of the objects in the normalized space as they had in the viewing coordinates. വ്യൂവിംഗ് കോർഡിനേറ്റ്സിലുണ്ടായിരുന്ന ആ ഒരു പ്ലേസിൽ തന്നെയായിരിക്കണം നമുക്കത് ആ ഒരു കറക്റ്റ് പൊസിഷനിൽ തന്നെയായിരിക്കണം നമ്മുടെ ഫൈനലി ഡിവൈസ് കോർഡിനേറ്റ്സിനകത്തോട്ടും കാണേണ്ടത്. ഓക്കെ, ദാറ്റ് മീൻസ്
അതായത് നമ്മളിപ്പം ഈ ഫിഗറിൽ എക്സ് ഡബ്ല്യു വൈ ഡബ്ല്യു എന്നൊരു പോയിൻ്റ് ഉണ്ട്. ദെൻ അതിനെ ഡിവൈസ് കോർഡിനേറ്റ്സിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ എക്സ് വി വൈ വി എന്നാവും. അപ്പോൾ ആ രണ്ട് കേസിലും റിലേറ്റീവ് പൊസിഷൻ അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്യുന്നുണ്ട് യൂസിങ് എൻ ഇക്വേഷൻ. ദ ഇക്വേഷൻ ഈസ് first we have at a point, consider a point xw yw in the window which is mapped into the position xv yv in the associated viewport. To maintain the same relative placement in the viewport as in the window, we have to use the equation xv minus xvm by sv max minus xv min. xv means this xv minus x min എന്ന് പറയുമ്പോൾ ഇത്രയും പോർഷൻ. ദെൻ എക്സ് വി മാക്സ് മൈനസ് എക്സ് വി മിൻ എന്ന് പറയുമ്പം ഇത്രയും പോർഷൻ. അതിന് റിലേറ്റീവായിട്ട് വരുന്നത് ദി പോർഷൻ ആൻഡ് ദിസ് പോർഷൻ. ദാറ്റ് ഈസ് ഇവിടെ എഴുതുമ്പോൾ അത് എക്സ് ഡബ്ല്യു മാക്സ് മൈനസ് എക്സ് ഡബ്ല്യു മിൻ ഡിവൈഡഡ് ബൈ എക്സ് ഡബ്ല്യു മൈനസ് എക്സ് ഡബ്ല്യു മിൻ ബൈ എക്സ് ഡബ്ല്യു മാക്സ് മൈനസ് എക്സ് ഡബ്ല്യു മിൻ. ഓക്കെ, സോ ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഇതാണ് എക്സ് വി മൈനസ് എക്സ് വി മിൻ ബൈ എക്സ് വി മാക്സ് മൈനസ് എക്സ് വി മിൻ വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് ഡബ്ല്യു മൈനസ് എക്സ് ഡബ്ല്യു മിൻ ബൈ എക്സ് ഡബ്ല്യു മാക്സ് മൈനസ് എക്സ് ഡബ്ല്യു മിൻ. അതുപോലെ വൈ വാല്യൂം വൈ വി മൈനസ് വൈ വി മിൻ ബൈ വൈ ഡബ്ല്യു മാക്സ് മൈനസ് വൈ ഡബ്ല്യു മിൻ വിച്ച് ഈസ് ഈക്വൽ ടു വൈ വി മൈനസ് വൈ വി മിൻ ബൈ വൈ വി മാക്സ് മൈനസ് വൈ ബി മിൻ ഈക്വൽ ടു വൈ ഡബ്ല്യു മൈനസ് വൈ ഡബ്ല്യു മിൻ ഡിവൈഡഡ് ബൈ വൈ ഡബ്ല്യു മാക്സ് മൈനസ് വൈ ഡബ്ല്യു മിൻ. അപ്പോൾ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ട പോയിൻറ്റ്സ് എന്ന് പറയുന്നത് എക്സ് വിയും വൈ വിയും ആണ്. എക്സ് വി വൈ വി ഈക്വൽസ് എക്സ് വി മിൻ പ്ലസ് എക്സ് ഡബ്ല്യു മൈനസ് എക്സ് ഡബ്ല്യു മിൻ ഇൻറ്റു എസ് എക്സ്. ദെൻ വൈ വി ഈക്വൽസ് വൈ വി മിൻ പ്ലസ് വൈ ഡബ്ല്യു മൈനസ് വൈ ഡബ്ല്യു മിൻ ഇൻറ്റു എസ് വൈ. ഇവിടുത്തെ എസ് എക്സും എസ് വൈ എന്നും പറയുന്നത് എസ് എക്സ് ഈക്വൽ ടു എസ് വി മാക്സ് മൈനസ് എസ് വി മിൻ ബൈ എസ് ഡബ്ല്യു മാക്സ് മൈനസ് എസ് ഡബ്ല്യു മിൻ. ദെൻ എക്സ് വൈ ഈക്വൽ ടു വൈ വി മാക്സ് മൈനസ് വൈ വി മിൻ ബൈ വൈ ഡബ്ല്യു മാക്സ് മൈനസ് വൈ ഡബ്ല്യു മിൻ. അതായത് ഇവിടെ നമ്മൾ ഈ രണ്ട് ഇക്വേഷനിൽ നിന്നാണ് എക്സ് വിയും വൈ വിയും കിട്ടുന്നത്. അതിൽ എക്സ് വി മാക്സ് മൈനസ് എസ് വി മിൻ ബൈ എക്സ് ഡബ്ല്യു മാക്സ് മൈനസ് എക്സ് ഡബ്ല്യു മിന്നിനെ നമ്മൾ എസ് എക്സ് ആയിട്ടും അതുപോലെ വൈയിലെ പോയിൻറ്റ്സിന് എക്സ് വൈ ആയിട്ടും എടുക്കും. ഓക്കെ, അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഹിയർ ദ വിൻഡോ ഏരിയ ക്യാൻ ബി കൺവേർട്ടഡ് ടു വി പോർട്ട് ഏരിയ ബൈ പെർഫോമിംഗ് ദ ഫോളോയിങ് സീക്വൻസ് ഓഫ് ട്രാൻസ്ഫോർമേഷൻസ്. ഇപ്പോൾ ഇവിടെ രണ്ട് ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ഒരു കോമ്പോസിറ്റ് ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നുണ്ട്. ഫസ്റ്റ് വി ഹാവ് ടു പെർഫോം എ സ്കെയിലിംഗ് ട്രാൻസ്ഫോർമേഷൻ using a fixed point position of xw min and yw min that scales the window area to the size of the viewport. അതായത് ഫസ്റ്റ് നമ്മളിവിടെ ഒരു സ്കെയിലിംഗ് ഫിക്സഡ് പോയിൻ്റ് സ്കെയിലിംഗ് പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആ വിൻഡോയുടെ ആ സൈസ് വ്യൂ പോർട്ടിൻ്റെ സൈസിനായിട്ട് സ്കെയിലാവും. ദെൻ വി ഹാവ് ടു ട്രാൻസ്ലേറ്റ് ദ സ്കെയിൽഡ് വിൻഡോ ഏരിയ ടു ദ പൊസിഷൻ ഓഫ് ദ വ്യൂ പോർട്ട്. ദെൻ നമ്മൾ ആ വിൻഡോ ഏരിയനെ വ്യൂ പോർട്ടിൻ്റെ ആ ഒരു പർട്ടിക്കുലർ സ്പേസിലോട്ട് കറക്റ്റ് പൊസിഷനിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാം. മനസ്സിലായോ? അതായത് ഇത് നമ്മുടെ വിൻഡോ, ഇത് നമ്മുടെ വ്യൂ പോർട്ടും ആണെങ്കിൽ ഫസ്റ്റ് ഈ വിൻഡോനെ വ്യൂ പോർട്ടിൻ്റെ ആ ഒരു സൈസിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യണം, സ്കെയിൽ ചെയ്യണം. ദെൻ ഈ വ്യൂ പോർട്ടിൻ്റെ സൈസ് എവിടാണോ, അല്ലെങ്കിൽ ഇത് നമ്മുടെ വിൻഡോ, ദെൻ വ്യൂ പോർട്ട് ഇവിടാണെങ്കിൽ ഇതിനെ നമ്മൾ ഫസ്റ്റ് ഈ ഒരു സൈസിലോട്ട് കുറച്ചിട്ട് അതിൻ്റെ ആ വ്യൂ പോർട്ട് സൈസിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യണം. ഓക്കെ, ഇങ്ങനെയാണ് വിൻഡോ ടു വ്യൂ പോർട്ട് ട്രാൻസ്ഫോർമേഷൻ നമ്മൾ ചെയ്യുന്നത്. സോ ഫസ്റ്റ് എന്താണ് വിൻഡോ, എന്താണ് വ്യൂ പോർട്ട്, ആൻഡ് വാട്ട് ഈസ് window to viewport transformation. Then what are the different steps we have to carry it out to perform the viewing transformation. Then how to perform the first two steps, that is to convert from world coordinates to viewing coordinates. For this we have to perform first translation, then rotation. Then how to convert normalized viewing coordinates to device coordinates. For that we have to perform two steps, first scaling and the second step is translation. Okay, thank you.